രാവിലെ തന്നെ ഇറക്കിയിട്ട് നീച്ചാണ്ട് റേഷൻ പീടികക്ക് ഇറങ്ങിയാണ് അരി വാങ്ങാന്നാണ്. ഇവർക്ക് 25 കിലോൻ്റെ അരി അല്ല 5 കിലോന് ഒരാൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഇവര് ആദ്യം ഇപ്പം മരിച്ചുപോയി. ഇപ്പം മരിച്ചതിന് മുമ്പ് 25 കിലോ കിട്ടിയിരുന്നു. ഇപ്പം 20 കിലോനായി ഏറെ റേഷൻ പീടിക അരി ആക്കാം. നമ്മളെ പണിയാണ് താലൂക്ക് എഞ്ചിനീയർ ഇവിടെ വിഷു നന്നാക്കണേ. നല്ല വൃത്തിയില്ലാത്ത തൂക്കലുണ്ട് നമ്മളോടൊക്കെ ചാക്കുന്ന തൂക്കല് ഇവിടെ നിലത്ത് വെച്ച് അതിന് വാടിട്ടിട്ടാണ് കൊണ്ട് പെരിക്കെത്തിട്ടോ. അപ്പൊ ദൈശങ്ങായും അരിയാങ്ങ പോണം. ഇവിടെ ഒന്നും ഒരു ദിവസം എല്ലാവർക്കും ഇവിടെ അരിയിട്ടില്ലുണ്ട്. ചാടിച്ചപ്പോ ഇങ്ങനെ റീലാണ് കേട്ടോ. നമ്മളെ ബോബി ചമ്മൂടെ ഹിന്ദിയിൽ വരും സംഭവം മൂപ്പര് പാറൊക്കെ പോലത്തെ സ്റ്റാറായി. ഇന്ന് നമുക്ക് ബിസ്ക്കറ്റിനൊപ്പം മധുരട്ട ചായ കേട്ടോ ഉണ്ടാക്കി തന്നത്. ഞങ്ങള് പോണ ദിവസം ആയതുകൊണ്ടായിക്കാരം. ഏകദേശം ഒരാഴ്ചയോളം ഇവരെ കൂടെ താമസിച്ചിട്ട് ശരിക്കും നമ്മൾ ഇവർ വീട്ടിൽ നിൽക്കണം അതേപോലെ തന്നെയാണ് ഇവർ നമ്മൾ കൂടെ ഉണ്ടേന് പോകുമ്പോൾ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ട്. We are going to Srinagar. Srinagar? Yeah. This time? Yeah. Yeah. ഇവരെ ഈ വല്യപ്പാക്കൊക്കെ ഭയങ്കര കാര്യം കേട്ടോ. ഫായ്സിന് ഇനിയൊക്കെ നല്ല നാൾ വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ തിന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് കരയാനൊക്കെ ആയി മൂപ്പര്. സത്യം പറഞ്ഞാൽ കുറേ സാധനം പിന്നെ തന്നു. After 1 p.m. you will come. Then Ultra version. Ultra biggest. നൗഫലിൻ്റെ ഒപ്പം തന്നെ പരിചയ ആളിന് ബാസിത്ത്. മൂപ്പർക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് ഇതുവരെ കാണാൻ പറ്റില്ല. അങ്ങനെ പോന്നപ്പോൾ മൂപ്പര് വീട്ടിൽ പോയി മൂപ്പര് നിർബന്ധിച്ച് ചോറൊക്കെ തന്നിട്ടാണ് നമുക്ക് വിട്ട്. എല്ലാവരും ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങനെ ചോറൊക്കെ കഴിച്ചാൽ പിരിഞ്ഞു കേട്ടോ. അവസാനമായിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. എന്താ പേര്? ആനന്ദ്. കൊറേ വന്നിട്ട് ഞാനിവിടെ 2-3 മാസമായി. 2-3 മാസമായോ? മൂപ്പർക്ക് ട്രാവൽസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ലേക്കും ലഡാക്കുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ചോദിച്ച് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഇവർക്ക്. ഡണ്ടിപുര പാർക്ക് നമ്മൾ ഇന്നലെയൊക്കെ സ്റ്റേ ചെയ്യാൻ പോയ ആ റൂട്ടിൽ തന്നെയാണ് പാർക്ക്. കുറച്ചു നേരം ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് സമയം ഉണ്ടല്ലോ ഉള്ളു പോയേക്കാം. പെർ ഹെഡ് 20 റുപ്യ ടിക്കറ്റ് വന്നിട്ടോടെ. ഇപ്പോൾ കാക്ക കൊടുക്കുന്നുണ്ടോ? കാക്ക വാലിനട്ട് വാങ്ങിച്ചു ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുന്നു. പഠിച്ച് പിടിക്കുന്നു. കത്തില്ല മുറിച്ച് കത്തിരുത്തുണ്ട്. നമ്മള് ഇവിടെ തിന്നില്ലേ ആ സാധനട്ടായി വാലിനട്ട് വലിയ പെരുമ്പറച്ചിലാണ് മരത്തുമ്പോൾ ഒരു ചാക്ക് പറിച്ചകൾ കൊണ്ടുപോകണം. കാക്കി കുട്ടികളൊക്കെ പാടാം. ഞങ്ങൾക്ക് ഒന്ന് വേണ്ട 4 തിന്നാനേ. പാർക്കിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴാണ് ഇവിടെ കളിക്കുന്നുണ്ട് ഇവിടെ 2 ആള്. അപ്പോൾ അവരെ കൂടിയാണ് കുറച്ചു നേരം ക്രിക്കറ്റൊക്കെ കളിച്ച് നിന്ന്. സംഭവം നല്ല രസേനി. അവർ ഇറങ്ങിയൊരു ഫിലിമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇരുന്നിട്ട് നമ്മൾ നല്ല കളിയാണ്. അപ്പോൾ വലിയ തുള്ളിമായിട്ടവിടെ വായിസ് പോയിക്കാണ്ട് അവിടെ ഇതാക്കുന്നുണ്ട്. എന്താ പറയുക വണ്ടിമേല് അവൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ നനഞ്ഞ കോലത്തിലാണ് ആക്കെ സെറ്റാക്കിയിട്ട്. പെരുമഴയാണ് ഇവിടെ വരുന്നത്. നമ്മളെ കളി ഇപ്പോൾ സ്വീപ്പായ കോലാണ്. നല്ല മഴ നടന്നു വരുന്നുണ്ട്. മഴ നല്ല ഉഷാറായിട്ട് പെയ്തിട്ടോ. നമ്മള് ഇവിടെ തന്നെ കയറുന്നത് വയസ്സ് ഇപ്പൊ വരും. വണ്ടിമ കവറിടാൻ പോയതാണ്. വരും വലിയ തുള്ളിയാണ്. മയത്ത് പെട്ടിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടോ. ഒരുത്തനാക്കാണ് കോട്ടയും ചൂടി രാത്രിക്കൂടെ ഇങ്ങനെ ഫോൺ വിളിച്ചെടുക്കേക്കാരം. സമയം ഒരുപാടായിട്ട് കയറി കൂടിയിട്ട് നമ്മള് 7:10 അങ്ങനെ ഇരുന്ന് മയം കണ്ട് റീലും കണ്ട് അങ്ങനെ ഇരുന്നാണ്ടേ. ചിക്കൻ ട്ടോ ചിക്കൻ അങ്ങനെ ഞങ്ങള് ഇവിടെ നിൽക്കാനൊക്കെ കരുതുന്നു. അസ്ലം സാറിന്റെ മൂപ്പര് ഇന്ന് ഡ്യൂട്ടിയിലാണ്. ഇപ്പൊ ശ്രീനഗർ ഓടിക്കട്ടെ ഏകദേശം ഒരു 100 കിലോമീറ്റർ ആകാണ്ട്. സമയം പോയിട്ടും വന്നിട്ടും ഇത്ര 8 മണി കഴിഞ്ഞു. വേഗം
ശ്രീനഗർക്ക് അത്യാവശ്യം നല്ല ഹൈവേനി സുഖേനി യാത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ മൈൻഡ് ഇതൊക്കെ അവിടെ തണുപ്പുണ്ടെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല, കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. നല്ല രസമായിരുന്നു യാത്ര. കുറേ ആയി ബൈക്കും അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഒരു ലഗേജൊക്കെ കെട്ടിയിട്ടൊരു യാത്ര എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫായ്സിൻ്റെ ഫ്രണ്ട് ജുബൈറിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തിട്ടോ. ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യണത്, അവർ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് ഒരു ഇടവയിലൂടെ വണ്ടിയൊക്കെ കയറ്റി ഇങ്ങനെ നിർത്തിയിട്ട് ഏതായാലും ഇന്ന് ഇവിടെയാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.